ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എജുപോർട്ട്. അപ്പം എൻ്റെ 4ാം ക്ലാസ്സിലെ മക്കളെല്ലാവരും EVS പഠിച്ച് തുടങ്ങിയിട്ടുണ്ടാവും, പഠിച്ച് കഴിയാനായിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, അപ്പോൾ ഇതാ മിസ്സ് വന്നിട്ടുള്ളത് നമ്മുടെ നമ്മുടെ EVSൻ്റെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഇന്ത്യ ഇസ് മൈ കൺട്രി എന്ന ഈ ഒരു ചാപ്റ്ററിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വരാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മാപ്പ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ചോദ്യം. ഓക്കെ, നമുക്കൊരു മാപ്പ് തരും, എന്നിട്ടോ അതിൽ നിന്ന് കുറച്ച് സംഭവങ്ങൾ നമ്മോട് കണ്ടെത്താൻ പറയും. ഓക്കെ, അപ്പം അങ്ങനെ ഇനി ക്വസ്റ്റ്യൻ വരുമ്പോൾ എൻ്റെ മക്കൾ ഡൗട്ട് അടിക്കരുത്. അപ്പം മാപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ എങ്ങനെയാണ് അതിന് ആൻസർ കൊടുക്കേണ്ടത് എന്നാണ് പറയുന്നത്. സോ ആദ്യം നമുക്ക് എന്താ തരികടാ, ആദ്യം നമുക്ക് മാപ്പ് തരും കേട്ടോ. മാപ്പ് തരും, എന്നിട്ട് അതിൻ്റെ താഴെ നമ്മളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. എന്തൊക്കെയായിരിക്കും ക്വസ്റ്റ്യൻസ്? ഇത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കേട്ടോ. എന്താണ്? വിച്ച് ഈസ് ദ നെയ്ബറിംഗ് കൺട്രീസ് ഓഫ് ദ ഇന്ത്യ? നമ്മുടെ ഇന്ത്യയുടെ നെയ്ബറിംഗ് കൺട്രീസ് ഏതൊക്കെയാണ്? നമ്മളോട് എന്താണ് മാപ്പ് തരും, എന്നിട്ട് നമ്മുടെ ഇന്ത്യയുടെ നെയ്ബറിംഗ് കൺട്രീസ് അയൽ രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ എൻ്റെ മക്കൾ ഏതൊക്കെ എഴുതേണ്ടതാ? നമുക്കറിയാം അല്ലെ, പാകിസ്ഥാൻ. കണ്ടോ, ഇവിടെ എന്താണ് മെയിൻ ബോർഡറിന് പുറത്ത് കിടക്കുന്ന സ്ഥലങ്ങൾ അല്ലെ. പാകിസ്ഥാൻ ഉണ്ട്, അഫ്ഗാനിസ്ഥാൻ ഉണ്ട്, ഇതാ ചൈന ഉണ്ട്, അതുപോലെ നേപ്പാള്, ഭൂട്ടാന്, അതേപോലെ തന്നെ എന്താണ് നമ്മുടെ ശ്രീലങ്ക അല്ലെ, അതുപോലെ മ്യാൻമർ. ഇതൊക്കെ നമ്മുടെ ഇന്ത്യയുടെ എന്താ അയൽ സംസ്ഥാനങ്ങളാണ് അല്ലെ. ഇതൊക്കെ നമ്മുടെ ഇന്ത്യയുടെ അയൽ സംസ്ഥാനങ്ങളാണ്. അതുപോലെ ഇവിടെ ബംഗ്ലാദേശും കൂടെ ഉണ്ട് കേട്ടോ, ബംഗ്ലാദേശ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്താടാ നമ്മുടെ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് എഴുതുക കേട്ടോ. ഓക്കെ, കറക്റ്റ് ആയിട്ട് ഇതാ ഈ പറഞ്ഞിട്ടുള്ള ആൻസർ എഴുതുക. ഇനിയോ, ഇനി നമ്മളോട് ചോദിക്കാം, ഇതില് വിച്ച് ഈസ് ദ എന്താണ് ലാർജസ്റ്റ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ ചോദിക്കുകയാണ്. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ രാജസ്ഥാൻ എന്ന് എഴുതുക. കിട്ടിയല്ലോ, അത് പഠിച്ചു വെച്ചോ. ഇന്ത്യയുടെ ഏറ്റവും വലിയ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താ? രാജസ്ഥാനും. അതേപോലെ തന്നെ എന്താ ഇന്ത്യയുടെ ഏറ്റവും ചെറിയ സ്റ്റേറ്റ് അല്ലെ, ഏറ്റവും സ്മോൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഏതാ മക്കളെ? അറിയാം, എല്ലാവർക്കും അറിയാം. എന്താണ്? ഗോവ. സെറ്റല്ലേ? സെറ്റാണ്. അപ്പൊ അങ്ങനെ ചോദ്യം ചോദിക്കാം. ഇനിയോ നമ്മളോട് ചിലപ്പോൾ പറയും കേരളത്തിന്റെ ക്യാപിറ്റൽ ഏതാണ്, കേരളത്തിന്റെ തലസ്ഥാനം ഏതാണ്? അങ്ങനെ ചോദിക്കുമ്പോൾ മക്കളെ ഇതാ ബ്ലാക്ക് ഡോട്ടിൽ കണ്ടല്ലോ, തിരുവനന്തപുരം. ഇനിയോ തമിഴ്നാടിന്റെ ചോദിക്കുകയാണ്. തമിഴ്നാടിന്റെ കണ്ടോ, തമിഴ്നാടിന്റെ ഇവിടെ കണ്ടോ നിങ്ങൾ? തമിഴ്നാടിന്റെ ഉള്ളിൽ ഇതാ ഇവിടെ ഒരു പൂജ്യത്തിലല്ലേ, നല്ല ബ്ലാക്ക് കളറിൽ എന്താണ് ചെന്നൈ എഴുതിയിട്ടുണ്ട്. ഇനിയോ മഹാരാഷ്ട്രയുടെ ചോദിക്കുകയാണെങ്കിൽ ഇതാ ഇവിടെ ഡോട്ട് ഇട്ടിട്ടുണ്ട്, എന്താ മുംബൈ. മധ്യപ്രദേശിന്റെ ആണെങ്കിലോ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് ബോംബെ. അപ്പൊ ഇതൊക്കെ എന്താ ഇങ്ങനെ ബ്ലാക്ക് ഡോട്ട് കൊടുത്തിട്ടുള്ളതൊക്കെ എന്താണ്? നമ്മുടെ ഈ സ്റ്റേറ്റിന്റെ അടുത്ത് ബ്ലാക്ക് ഡോട്ട് കൊടുത്തിട്ടുള്ളതൊക്കെ എന്താണ്? അതിന്റെ ക്യാപിറ്റൽ ആണ്. ഓക്കെ, കിട്ടിയല്ലോ. സോ ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ എൻ്റെ മക്കൾക്ക് മനസ്സിലായി അല്ലേ? ഇനി ചോദിക്കും, എന്താണ് നമ്മുടെ മാപ്പിന്റെ വെസ്റ്റ് സൈഡിൽ സ്ഥിതി ചെയ്യുന്ന സി ഏത്? നമ്മുടെ മാപ്പിന്റെ വെസ്റ്റ് സൈഡ് അല്ലെ, എന്താണ് പടിഞ്ഞാറേ ഭാഗത്ത് നിൽക്കുന്ന സി ഏത്? അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതെന്താടാ, ഇതാണ് വെസ്റ്റ്. പടിഞ്ഞാറ് എന്ന് പറയുന്നത് ഈ ഭാഗമാണ് കേട്ടോ. ഇനിയോ ഈ ഭാഗം എന്ന് പറയുന്നത് എന്താടാ? കിഴക്ക്. ഇപ്പൊ എൻ്റെ മക്കൾ ഈ ഒരു ഭാഗം, ഈ രണ്ട് കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. കിഴക്ക് എന്ന് പറയുമ്പോൾ എന്താ? ഈസ്റ്റ് അല്ലെ, ഈസ്റ്റ്. അപ്പൊ നോക്കിക്കേ, ഈസ്റ്റ് ഭാഗത്ത് കിടക്കുന്ന സി ഏത്? നോക്കിക്കേ, ഈസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ? നമ്മുടെ ഇവിടെ ഈസ്റ്റ് ഇതാണ്, ഇവിടെ എന്താ? വെസ്റ്റ് ഇതാണ് അല്ലെ. എന്താണ് ഇവിടെ കിഴക്ക്, ഇതെന്താടാ? ഇത് പടിഞ്ഞാറാണ് അല്ലെ. കിഴക്ക്, ഇത് പടിഞ്ഞാറ്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കടലേത്? ഏതാ? കിട്ടിയോ? ഇവിടെ കണ്ടോ, ബേ ഓഫ് ബംഗാൾ, ബംഗാൾ ഉൾക്കടലാണ്. ഇനിയോ നമ്മളോട് ചോദിക്കാം, എന്താണ് പടിഞ്ഞാറേ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കടൽ ഏത്? സിമ്പിൾ അല്ലേ, ഇവിടെ ഉണ്ട്, കാണുന്നുണ്ടോ? അറേബ്യൻ സി. നിങ്ങളുടെ മാപ്പ് കുറച്ചുകൂടി ക്ലിയർ ആയിരിക്കും കേട്ടോ. അറേബ്യൻ സി. അപ്പൊ കിട്ടിയല്ലോ, അറേബ്യൻ സി. സെറ്റ് അല്ലേ? ഓക്കെ, അത് നിങ്ങൾ നോക്കി വെക്കുക. ഇനിയോ ഇതിൽ മെയിൻ ആയിട്ട് ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ദ സ്റ്റേറ്റ് വിച്ച് ഷെയർ ബോർഡേഴ്സ് വിത്ത് മാക്സിമം നമ്പർ. എന്താണ് ഏറ്റവും കൂടുതൽ എന്താണ് ബോർഡർ ഷെയർ ചെയ്യുന്ന, അതിർത്തി ഷെയർ ചെയ്യുന്ന സ്റ്റേറ്റ് ഏതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മക്കൾ പറയണം ഉത്തർപ്രദേശ് ആണ്. അതേപോലെ തന്നെ എന്താ, ഇതാ നമ്മുടെ അറേബ്യൻ സീയുടെ എന്താണ് കോസ്റ്റൽ, എന്താണ് അറേബ്യൻ സീയുടെ തീരദേശത്തുള്ള സ്റ്റേറ്റുകൾ
ഏതെല്ലാം? നോക്കിക്കേ, ഇതാണ് നമ്മുടെ അറേബ്യൻ സീ, അറബിക്കടൽ. നോക്കിക്കേ, ഇവിടെ മുതൽ ഇവിടം വരെ അറബിക്കടലാണ്. അപ്പൊ അറബിക്കടലിന്റെ തീരത്ത് ഏതൊക്കെ സംസ്ഥാനങ്ങളുള്ളത്? കേരളമുണ്ട്, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, അതുപോലെ തന്നെ എന്താണ് ഗുജറാത്ത്. സെറ്റ് അല്ലേ? ഇനി ചോദിക്കാം, ബേ ഓഫ് ബംഗാളിന്റെ അല്ലെ, ഇതാ നമ്മുടെ ബേ ഓഫ് ബംഗാളാണ്. ബേ ഓഫ് ബംഗാളിന്റെ എന്താണ് കോസ്റ്റൽ റീജിയനിൽ ഇൻക്ലൂഡ് ആവുന്ന എന്താണ് സംസ്ഥാനങ്ങൾ ഏതൊക്കെ? സിമ്പിൾ അല്ലേടാ? തമിഴ്നാടു, പിന്നെയോ നോക്കിക്കേ ആന്ധ്രാപ്രദേശ് ഉണ്ട്, പിന്നെയോ ഈ അറ്റത്ത് എന്തുണ്ട്? ഒഡീഷയുണ്ട്. കിട്ടിയല്ലോ? സെറ്റല്ലേ? ഇത്ര ഈ ഭാഗത്തുള്ളൂ കേട്ടോ. അപ്പോൾ മാപ്പ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എൻ്റെ മക്കൾക്ക് മനസ്സിലാവണം കേട്ടോ. അപ്പം മെയിനായിട്ട് എന്താ, വലിയ സ്റ്റേറ്റ് രാജസ്ഥാനാണ്, ചെറിയ സ്റ്റേറ്റ് ഗോവയാണ്, കൂടുതൽ സംസ്ഥാനം അതിർത്തി പങ്കിടുന്നത് ആരാണ്? ഉത്തർപ്രദേശാണ്. ഓക്കെ, സെറ്റല്ലേ? അപ്പം മാപ്പുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാവും. സോ ഈ കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. അപ്പം മിസ് പറഞ്ഞ പോലെ തന്നെ ഇതാ നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്താ? നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ വീഡിയോയുടെ താഴെ നമ്മൾ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൻ്റെ ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ജസ്റ്റ് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടോ. അതാ നിങ്ങൾക്ക് നല്ല രീതിയിൽ LSS എക്സാമിനും അതേപോലെ തന്നെ ഓണം എക്സാമിനൊക്കെ നല്ല രീതിയിൽ മാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനി പഠിച്ചു തുടങ്ങാത്ത മക്കൾ ടെൻഷൻ ആവേണ്ട. നമ്മുടെ എജുപോർട്ടിൻ്റെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ ജോയിൻ ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, സെറ്റ് അല്ലേടാ? സോ എല്ലാവരും നമ്മുടെ EVS സെറ്റായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു കേട്ടോ.